ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വ്ളോഗല്ല, ഈ ഒരു വീഡിയോൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാളാണ് പോണത്. ഈ ഒരു യാത്രയെ പറ്റി എന്താ പറയാനുള്ളത്? കഴിഞ്ഞ പ്രാവശ്യം പോയതിനെക്കാട്ടിലോ മികച്ചൊരു സച്ചിൻ നല്ല അഭിപ്രായം. അതെ, കഴിഞ്ഞ കൊല്ലം പോയിട്ട് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രാവശ്യം തൊട്ട് നമ്മള് എന്തായാലും ഇത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം എങ്ങോട്ടാ പോണേ, എന്തിനാ പോണേന്നൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയൊക്കെയാണ്. ഇപ്പോൾ ബസ് സ്റ്റോപ്പിലാണല്ലോ, ബസ് കാത്തിരിക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണല്ലേ. ഒന്ന് ഫ്ലിപ്പടി. നമ്മളപ്പോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് വരാമെന്ന് പറഞ്ഞ്, അപ്പോൾ അതിന് മുന്നേ വരേണ്ട ഒരു ആവശ്യം വന്ന്. ടൗണിലൊക്കെ നല്ല പൊടിയാട്ടോ ഇവിടെ. അപ്പൊ ഒരുത്തര് പൊടി അടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ആകെ പണിയാട്ടോ. മൂക്ക് പഞ്ഞു വെച്ചിട്ട് എന്തൊക്കെയാ അതാ. അപ്പം നമ്മളെങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോണേന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പാലക്കാട്, മണ്ണാർക്കാട്. അതെ, പാലക്കാട്, മണ്ണാർക്കാട്. അതെ. നമ്മൾ എന്തിനാ പോണേ? പൂരം. യെസ്, നമ്മൾ പൂരത്തിന് പോവാണ്. അതായത് മണ്ണാർക്കാട് പൂരത്തിന് പോവാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും പൂരത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും പോകുമ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് അങ്ങനെ വെച്ചൊരു കാര്യമാണ്. അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പം മാക്സിമം എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതെ, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്നാലാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ളൊരു ത്വര വരിക. നമ്മളങ്ങനെ പാലക്കാട് എത്തിയിട്ടുണ്ട്. പാലക്കാട് എത്തിയിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് മണ്ണാർക്കാടേക്കാണ് നമുക്ക് പോകാനുള്ളത്. അവിടേക്ക് വണ്ടി ഇട്ടോന്നും അറിയില്ല. ബസ് ഇപ്പോഴാണ് 2:30 ആയി. ടൈം ഇപ്പോൾ 2:30 ആയിട്ടേ ഉള്ളൂ. അങ്ങോട്ട് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഇനിയിപ്പോൾ രാവിലെ ഒക്കെ പോകേണ്ടി വരും അല്ലേ? അതെ, കാറ് വെയിറ്റ് ചെയ്തോണ്ട് പുറകെ തന്നെ ഇരുന്നിട്ട് ഞാനപ്പോ സ്ഥലം ഒന്ന് മാറി പിടിക്കാണ്. പട്ടീനെ പേടിയാണ്. എന്താ അറിയില്ല ഗൈസ്, ഭയങ്കര വിശപ്പ്. നമുക്ക് വിശപ്പില്ലടോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. അതെ, എപ്പോഴും കഴിച്ചാ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയതാ ഞങ്ങൾ. ഭയങ്കര വിശപ്പാണ് എനിക്ക്. സമയം ഇപ്പൊ 2:30 ആ ടൈം ആയിട്ടല്ലേ ഉള്ളൂ. ഭയങ്കര വിശപ്പ്. എന്തായാലും നമ്മള് വിശപ്പ് കാരണം നമ്മളൊരു ചായ കുടിക്കാണ്. ഏതാ സ്റ്റൈലില്ല ചായ കുടിയൊക്കെ. കേക്ക് എന്ത് 3 കേക്ക് ആക്കി 3 കേക്ക്. ചേട്ടൻ കേട്ടില്ല തോന്നുന്നു. എന്തായാലും ഇപ്പൊ ചായക്ക് കടിയായിട്ട് വലിയ സംഭവം ഒന്നും കിട്ടൂല. അപ്പൊ കേക്കാണ് കേട്ടോ കിട്ടിയത്. ഇത് കേക്ക് സ്ലേവുണ്ട്. ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുറിക്കാം. എന്തൊക്കെയാ പറയുന്നത്? നമ്മളിങ്ങനെ എടുക്കുക കൊതിപ്പിക്കുക. ഞാനൊന്നും നിർത്തില്ല. എന്തൊക്കെയാ? അതല്ല, സ്ലേവല്ല തിന്നുന്നത്. പല്ല് പോകുന്ന തമാശ പറഞ്ഞ തരിപ്പ് കഴിഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ബസ് കിട്ടിയിരിക്കുകയാണ്. അതെ, നമ്മളെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കിട്ടുന്നു. കോപ്പറേറ്റ് അടിക്കുന്നതിന് മുന്നേ നമ്മളവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മളങ്ങനെ മണ്ണാർക്കാട് എത്തി. നമ്മള് റൂമൊക്കെ എടുത്ത് നല്ല അത് അടിപൊളി. ഞങ്ങളിപ്പോൾ 3ാമത്തെ പ്രാവശ്യം അവിടേക്ക് ഇരുന്ന്. അതിൽ ഫസ്റ്റത്തെ പ്രാവശ്യവും അത്യാവശ്യം നല്ല റൂമാണ്.
രണ്ടാമത്തെ പ്രാവശ്യം അതിനേക്കാൾ നല്ല റൂമാണ് നമുക്ക് കിട്ടിയത്. മൂന്നാമത്തെ പ്രാവശ്യം, അതായത് ഈ പ്രാവശ്യം കിട്ടിയ റൂം അത്ര വലിയൊരു ഗുമ്മില്ല, എന്തൊക്കെയോ ഒക്കെയാണ്. ഞാൻ കാണിച്ചു തരാം ഏകദേശം. ഇതാണ് ഇപ്പോഴുള്ള റൂമിൻ്റെ അവസ്ഥ. ആ നല്ല സ്പേസ് ഉണ്ട്, പക്ഷേ വലിയ ഇതില്ല. അവിടേക്കൊക്കെ എന്തൊക്കെയോ ഒക്കെ ഉണ്ട്. പിന്നെ നോൺ എ സി ആണ്. പിന്നെ നമുക്ക് ആ ഒരു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കിട്ടിയ ജാണുമ്പോന്റെ എ സി ആണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഈ റേറ്റിന് സെയിം റേറ്റിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റൂമാണ് കിട്ടിയത് അല്ലേ. പിന്നെ പിന്നെ കുറച്ച് കാര്യങ്ങൾ അല്ലാണ്ട് കാണിച്ചു തരാണ്ട്. അതായത് ഈ ഒരു ഷൂ മാത്രമാണ് എൻ്റെ ഈ ഒരു 4 സെറ്റ്. അതായത് ഭയങ്കര പറയാ, അതായത് ഇത്രയുണ്ട് ഈ 2 എണ്ണത്തിനാണ്. ഞാനൊരു പാവപ്പെട്ടനായോണ്ട് എനിക്കത്ര ഷൂ ഒന്നുമില്ല. എന്താ ചെയ്യാ, അതെ എന്താണെങ്കിലും. പിന്നെ ഇവിടുത്തെ ലൈറ്റ് പോലും കത്തൂല. ആകെ ഒരു ലൈറ്റേ കത്തുള്ളൂ. എന്തൊക്കെയാണ് വേറെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു തുളയൊക്കെ ഉണ്ട്. തുളയെക്കൂടെ നോക്കി ഒരു തുള ഉണ്ട്. പിന്നെ വേറെ എക്സ്ക്ലൂസീവ് ഒരു സാധനം ഉണ്ട്. ഒരുത്ത കുളിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര പണിയേ ഉള്ളു. ഇവിടെ അത്രയും നല്ല അടച്ചുറപ്പുള്ള ബാത്റൂം. പിന്നെന്താണ് ഇതൊക്കെ എന്താണെന്നറിയില്ല, എന്തൊക്കെ സാധനം പാട്ടം കൊണ്ട് പുറത്തേ വിളിച്ചോളൂ. ഇപ്പൊ അക്ഷയ് കുളിക്കാളെ എന്തായാലും ആകാശം നോക്കുന്നത് അത് ഉറപ്പാ. ഞാൻ ബക്കറ്റ് മാറ്റെടുത്ത് അതിനിപ്പോ എന്നാലും വേണ്ടില്ല, ഇത് നടക്കൂല. അതെ ആ അതെ എന്തായാലും നമ്മളിനി റൂമിലൊക്കെ എത്തിയ സ്ഥിതിക്ക് എന്തായാലും ഇനി ഇപ്പൊ ഏകദേശം ഇപ്പൊ എത്ര ടൈം എന്തായാലും 4:30-5 മണി, പുലർച്ചെ 4:30-5 മണി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്തായാലും ഇനി മെല്ലെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു ഇതിലാണ്. അതെ നമുക്കിനി ഉറങ്ങിയിട്ട് അടുത്ത ദിവസത്തെ വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ വ്ളോഗ് എടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇതോടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ